അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഹോണ്ടയുടെ ഏറ്റവും പുതിയ 2025 മോഡൽ OBD2B മോഡലുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോയിൽ ഇന്ന് ഇതിന്റെ മാറ്റങ്ങളും അപ്ഡേഷനുകളും ഒക്കെയാണ് പരിശോധിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ വണ്ടി മൊത്തത്തിൽ നോക്കുമ്പോൾ ലുക്ക് വൈസ് വലിയ മാറ്റങ്ങളൊന്നും കാണാൻ സാധിക്കുന്നില്ലെങ്കിലും നമുക്ക് വണ്ടിയുടെ അടുത്ത് പോയി കുറേ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കാമെങ്കിൽ ആ മാറ്റങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ഹോണ്ടയുടെ ഏറ്റവും പുതിയൊരു അപ്ഡേഷൻ വന്നിരിക്കുന്നതിൻ്റെ ഹെഡ് ലാമ്പാണ്. ഹെഡ് ലാമ്പ് യൂണിറ്റ് LED ആണ് വരുന്നത്. അതുപോലെ തൊട്ട് താഴെയായിട്ട് നമുക്കൊരു DRLും കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് പുതിയൊരു അപ്ഡേഷനാണ് വരുത്തിയിരിക്കുന്നത് ഹോണ്ടയുടെ ഭാഗത്തു നിന്ന്. പിന്നീട് നമുക്ക് ഡിലക്സ് മോഡലിൽ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലോയ് വീൽ, ഫ്രണ്ട് വീലും ബാക്ക് വീലും നമുക്ക് അലോയ് വീലാണ് വരുന്നത്. അതൊരു മാറ്റ് ഗ്രേ ഫിനിഷിങ്ങിലാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് സ്റ്റാൻഡേർഡ് മോഡലിൽ നമുക്ക് സാധാ വീലാണ് വരുന്നത്. നമുക്ക് ഇതിൻ്റെ ടയർ സൈസ് വരുന്നത് 90-90-12 ഫ്രണ്ട് വരുന്നത്. ബാക്ക് ടയർ സൈസ് വരുന്നത് 90-100-10 വരുന്നത്. നമുക്ക് ഫ്രണ്ട് ബാക്കിലും അലോയ് വീൽ വരുന്നത് ഡിലക്സും സ്മാർട്ടിനുമാണ് വരുന്നത്. സ്റ്റാൻഡേർഡ് മോഡലിന് നമുക്ക് അലോയ് വീലല്ല വരുന്നത്, സാധാ വീൽ തന്നെയാണ് വരുന്നത്. അതേപോലെ നമുക്ക് ബ്രേക്കിംഗ് വരുന്നത് 3 വേരിയൻറ്റിനും വരുന്നത് സാധാ കോമ്പി ബ്രേക്കാണ് വരുന്നത്. ഡിസ്ക് ബ്രേക്കോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല 3 വേരിയൻറ്റിനും. നമുക്ക് സൈഡ് വ്യൂ നോക്കാമെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് പഴയ ഡിസൈൻ തന്നെയാണ്. ഒരു മാറ്റവും നമുക്ക് കാണാൻ സാധിക്കില്ല. പഴയ ഒരു ആക്റ്റീവ എന്നുള്ള ഒരു 3D എംബ്ലം കൊടുത്തിട്ടുണ്ട്. സൈഡിലായിട്ട് നമുക്ക് ബാഡ്ജിങ്ങോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. അതുപോലെ തന്നെ ബാക്ക് ഡിസൈൻ നോക്കാമെങ്കിൽ നമുക്ക് ആ പഴയ ഡിസൈനിൽ തന്നെയാണ്. അതിലും വലിയ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല. കാരണം നമുക്ക് ഹാലജൻ്റെ ഇൻഡിക്കേറ്ററും ടെയിൽ ലാമ്പും ഒരു യൂണിറ്റാണ് കൊടുത്തിരിക്കുന്നത്. പഴയ ഡിസൈൻ തന്നെയാണ് വന്നിരിക്കുന്നത്. അവിടെ നിന്ന് നമുക്കൊരു മാറ്റങ്ങളോ കാര്യങ്ങളോ കാണാൻ സാധിക്കുന്നില്ല. അതുപോലെ തന്നെ നമുക്ക് ബാക്കിലാണ് നമുക്ക് ഇതിൻ്റെ ഫില്ല് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷനും കാര്യങ്ങളും കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ E20 പെട്രോൾ സപ്പോർട്ട് സിംഗിളായിട്ടുള്ളൊരു ഗ്രാബ് റെയിലാണ് കൊടുത്തിരിക്കുന്നത്. അത് പഴയ ഡിസൈൻ തന്നെയാണ്, മാറ്റങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നീട് നമുക്ക് മാറ്റം വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ബാഡ്ജിങ് ESP ടെക്നോളജിയുടെ ഒരു ബാഡ്ജിങ് വന്നിട്ടുണ്ട്. അത് നമുക്ക് കവറിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. നേരത്തെ വന്നിരുന്നത് നമുക്ക് ഫിൽറ്റർ ബോക്സിലായിരുന്നു വന്നിരുന്നത്. ആ ഫിൽറ്റർ ബോക്സിൽ നമുക്കൊരു ഡിസൈൻ്റെ ചേഞ്ചസ് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നീട് നമുക്ക് ബാക്കിലെ ഷോക്ക് നോക്കാമെങ്കിൽ ഒരു 3 സ്റ്റെപ്പ് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ളൊരു ഷോക്കാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ബ്ലാക്ക് സ്പ്രിങ്ങോട് കൂടിയ ഒരു ഷോക്കാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്കിതിൻ്റെ എൻജിൻ സൈഡ് നോക്കാമെങ്കിൽ നമുക്ക് OBD2B മാനദണ്ഡങ്ങൾ പ്രകാരമുള്ള ഒരു എൻജിനാണ് വന്നിരിക്കുന്നത്. പിന്നീട് നമുക്ക് ഒരു അപ്ഡേഷൻ വന്നിരിക്കുന്നത് പറഞ്ഞാൽ ഈ ഇന്നർ കവറിൻ്റെ അവിടെ ഒരു പോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് മൊബൈലോ ഒരു കുപ്പികളിലോ ഒക്കെ സ്റ്റോറേജ് ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു ഇന്നർ പോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തൊട്ട് മേളിലായിട്ട് നമുക്കൊരു USB-C പോർട്ട് ചാർജിങ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ നമുക്ക് പിന്നെ എടുത്തു പറയേണ്ട മാറ്റം എന്ന് പറഞ്ഞാൽ ഒരു TFT ഡിജിറ്റൽ മീറ്ററാണ് വരുന്നത്. ഈ കവറുകളും കാര്യങ്ങളും എല്ലാം മാറിയിട്ടുണ്ട്. നമുക്ക് ഇവിടെ ആയിട്ട് ഒരു പാസ് സ്വിച്ചും അതുപോലെ ഡിം ആൻഡ് ബ്രൈറ്റ് സ്വിച്ചും വരുന്നുണ്ട്. തൊട്ട് താഴെയായിട്ട് നമുക്കൊരു മീറ്ററിൻ്റെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു സ്വിച്ച് യൂണിറ്റാണ് ഈ കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഇൻഡിക്കേറ്റർ സ്വിച്ച്, ഹോണിൻ്റെ സ്വിച്ച്, അതുപോലെ നമുക്ക് ഇവിടെ ആയിട്ട് ഒരു ഐഡിയൽ സ്റ്റോപ്പ് സിസ്റ്റത്തിൻ്റെ സ്വിച്ചും അതുപോലെ സെൽഫ് സ്റ്റാർട്ടിൻ്റെ ഒരു സ്വിച്ചുമാണ് കൊടുത്തിരിക്കുന്നത്. അത് നമുക്ക് സ്റ്റാൻഡേർഡിലും സ്മാർട്ടിലും 3 വേരിയന്റിലും നമുക്ക് ഈ ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. പിന്നീട് നമുക്ക് മീറ്റർ നോക്കാമെങ്കിൽ മീറ്റർ ഓണാക്കി നോക്കാം. മീറ്റർ നമുക്ക് ഫ്രണ്ടിലായിട്ട് നമുക്ക് ഫ്യൂവലിൻ്റെ അതുപോലെ ഇക്കോയുടെ ഒരു ഇൻഡിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ RPM, അതുപോലെ സ്പീഡ്, ടൈം, പിന്നെ അതുപോലെ നമുക്ക് ഇത് വെച്ച് കൺട്രോൾ ചെയ്യാം. നമുക്ക് ഫ്യൂവൽ, റേഞ്ച്, അതുപോലെ തൊട്ട് താഴെയായിട്ട് നമുക്ക് കിലോമീറ്റർ, ട്രിപ്പ് A, ട്രിപ്പ് B, അതുപോലെ സെറ്റിങ്സ് എടുക്കുകയാണെങ്കിൽ നമുക്ക് കുറേ ഓപ്ഷനാണ് വരുന്നത്. ഫങ്ഷൻ എടുക്കുകയാണെങ്കിൽ ട്രിപ്പ് A, ഓട്ടോ റീസെറ്റ്, ഇക്കോ ഇൻഡിക്കേറ്റർ, ഡിസ്പ്ലേ നോക്കുകയാണെങ്കിൽ നമുക്ക് ഡിസ്പ്ലേ ടൈപ്പ്, ബ്രൈറ്റ്നെസ്, തീം, ഫേവറേറ്റ് ഇൻഫർമേഷൻ, കുറേ ഓപ്ഷൻ വരുന്നുണ്ട്. ജനറൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഡേറ്റ്, ടൈം, യൂണിറ്റ്, റീസ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനും ഉണ്ട്. എല്ലാ സെറ്റിങ്സും നമുക്ക് റീസ്റ്റോർ ചെയ്യാം. അതുപോലെ സർവീസ്, മെയിൻ്റനൻസ്, സിസ്റ്റം ഇൻഫർമേഷന്. മെയിൻ്റനൻസ് നമുക്ക് നോക്കാമെങ്കിൽ പീരിയോഡിക് മെയിൻ്റനൻസ് നമുക്ക് ഇതിൻ്റെ അകത്ത് ഡിസ്റ്റൻസ്, മന്ത്, ഇയർ എല്ലാം നമുക്ക് സെറ്റ് ചെയ്യാം. അതുപോലെ ഓയിൽ ചേഞ്ച് ചെയ്തത് എന്നുള്ള ഡിസ്റ്റൻസും അതെല്ലാം നമുക്ക് ഇതിൻ്റെ അകത്ത് സെറ്റ് ചെയ്യാവുന്നതാണ്. വാണിംഗ് ഇൻഫർമേഷൻ, ബാറ്ററി വോൾട്ടേജ്,
നമുക്ക് ഇതിൻ്റെ അകത്ത് മാക്സിമം എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്യുന്ന ടൈപ്പിലുള്ള ഒരു ഡിസ്പ്ലേയും കാര്യങ്ങളുമാണ് വന്നിരിക്കുന്നത്. അത് നമുക്ക് നൈറ്റിലാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ തീം ഓട്ടോമാറ്റിക്കലായിട്ട് ചേഞ്ച് ആവുന്ന ടൈപ്പിലാണ് കൊടുത്തിരിക്കുന്നത്. മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ടൈപ്പാണ്. ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ ഏറ്റവും ടോപ്പ് എൻഡ് വേരിയൻ്റ് എച്ച് സ്മാർട്ട് നമുക്ക് ബ്ലൂടൂത്തും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു മീറ്ററാണ് അതിൻ്റെ അകത്ത് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് വരുന്ന ബാറ്ററിയും ചേഞ്ച് വന്നിട്ടുണ്ട്. പഴയ ആക്റ്റീവയും ആയിട്ട് നോക്കാമെങ്കിൽ നമുക്കിതൊരു 5 ആംപിയറിൻ്റെ ബാറ്ററിയാണ്. നമുക്ക് 3 വേരിയൻറ്റും സെയിം 5 ആംപിയർ ബാറ്ററിയാണ് വരുന്നത്. നിലവിൽ 3 വേരിയൻറ്റിലാണ് കിട്ടുന്നത്. അതായത് സ്റ്റാൻഡേർഡ്, ഡിലക്സ്, സ്മാർട്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഏകദേശം ഓൺ റോഡ് പ്രൈസ് എന്ന് പറയുമ്പോൾ 1,17,000 മുതൽ 1,30,000 വരെയാണ് ഏകദേശം ഓൺ റോഡ് ഫുൾ ഫിറ്റിങ്സ് അടക്കം നമുക്ക് വരുന്നത്. ഹോണ്ടയുടെ വണ്ടി തന്നിരിക്കുന്നത് ഞാൻ മുത്തൂറ്റ് ഹോണ്ട കോന്നി ഷോറൂമിൽ നിന്നാണ്. അവരുടെ ഒരു എക്സിക്യൂട്ടീവ് നമ്പർ ഞാൻ താഴെ കൊടുത്തേക്കാം, ഒന്ന് വിളിച്ച് ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കാവുന്നതാണ്. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ആക്റ്റീവ പുതിയ 2025 മോഡലിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ. അപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റുകൾ രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ എൻ്റെ ചെറിയൊരു വീഡിയോ ആണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതുപോലുള്ള തുടർന്നുള്ള വീഡിയോസ് കാണുവാൻ വേണ്ടി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് ഓളാക്കിയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഇതുപോലിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾ എത്തിച്ചേരുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ.